നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയേണ്ട ദിവസമാണ്. വിഷ്ണു ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കും. അപ്പം നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ആദ്യത്തെ ചോദ്യം സർ, ട്രംപ് വന്നിട്ട് വാറിന് തീർത്തുന്ന പോലെ ഒരു ഹിന്റ് കൊടുക്കുന്നു. പക്ഷെ ഇറാൻ അങ്ങനെ അല്ല, അത് ഞങ്ങൾ തീരുമാനിക്കും എന്ന ഒരു ഡിസിഷനിലാണ് ഈ വാർ ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുറഞ്ഞത് ഒരു $11 ബില്യൺ അത്രയും ആദ്യത്തെ 6 ദിവസം തന്നെ ചെലവ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ക്രൂഡ് ഓയിലൊക്കെ $200 ഒക്കെ തൊടും എന്നാണ് എല്ലാവരും പേടി കാണിക്കുന്നു. ഇത് എവിടെ പോയി തീരുമെന്ന് സർ വിചാരിക്കുന്നു? അതൊക്കെ പറയാൻ പറ്റൂല. മുടിക്കുന്നു എന്ന് പറയുന്നു. ഇറാനിലിരിക്കുന്ന ഒരു ചെറിയ ഐലാൻഡിൽ ഇന്നലെ, അതായത് അവർ മാക്സിമം റിഫൈനിങ് നടത്തുന്ന സ്ഥലത്തിലാണ് ഇവർ ബോംബ് ഇട്ടിരിക്കുന്നത്. അതെ, കാർഗോയിലാണ് ബോംബ് ഇട്ടിരിക്കുന്നത്. ക്രൂഡ് 104. എവിടെ വേണമെങ്കിലും പോവാം. സർ എവിടെ വേണമെങ്കിലും പോവാമെങ്കിൽ 2007-18 147 വരയ്ക്കും ചെന്നായിരുന്നു. 145 150 വരയ്ക്കും പോവാം. പക്ഷെ അതേപോലെ തന്നെ 2 അവറിൽ എല്ലാം തീരാം. ഇപ്പം ട്രംപിന് ബുദ്ധി വരുവാണെങ്കിൽ സർ അവർക്ക് ബോറടിക്കുന്നെന്നാണ് തോന്നുന്നത് സർ. അങ്ങനെ അല്ല, ഇവർ നിർത്തിയാൽ കൂടെ അവരും ഒരു 5-6 ദിവസത്തെ ഗുണ്ടിട്ടുണ്ട് പിന്നെ നടത്തും. ഇതൊക്കെ ശരിയാവാൻ ഒരു 5-6 മാസം എടുക്കും. സർ ആൾറെഡി ഒരു 12 ലക്ഷം കോടി രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പോയിരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി എനിക്കറിയത്തില്ല. പെട്രോൾ ഓയിലൊക്കെ നോർമൽ സപ്ലൈക്ക് വരാൻ 5-6 മാസം എടുക്കും. എന്തെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് മൾട്ടി ആളർ ഡിഫക്റ്റ് ഇരിക്കുന്നു. നിങ്ങൾ നോക്കുന്നത് ഓൺലി LPG ആണ്. ബട്ട് റിയൽ പ്രോബ്ലം ഫെർട്ടിലൈസറിലാണ്. ഫെർട്ടിലൈസർ പ്രൊഡക്ഷനൊക്കെ നിൽക്കും. ഇനിയിപ്പോൾ സോയിങ് സീസൺ വരും. അപ്പോൾ ഈ അഗ്രികൾച്ചർ, പെയിൻറ്റ്, ടയർ ഇതുപോലെ ഒരുപാട് പ്രോഡക്ട്സൊക്കെ അഫക്റ്റ് ആകും. ഇതൊക്കെ നോർമലാവാൻ ഒരു 5-6 മാസം എടുക്കും. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് പോലത്തെ കമ്പനിക്കൊക്കെ അടുത്ത 2 ക്വാർട്ടർ ഏർണിങ്സ് പോകും. സർ അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ 12 ലക്ഷം കോടിക്ക് മുകളിലാണ് കാണാതെ ചെന്നിരിക്കുന്നത്. ഇറാൻ വന്നിട്ട് ഒരു കാറ്റലിസ്റ്റാണ്. ആൾറെഡി ഇത് ഹൈലി ഓവർ വാല്യൂ. അമേരിക്കയിലും അതങ്ങനെയാണ്. ഒരു കെമിക്കൽ റിയാക്ഷന് കാറ്റലിസ്റ്റ് വേണമെന്ന പോലെ ഇതും ഒരു കാറ്റലിസ്റ്റാണ്. FIA ഇത്ര ദിവസം വിറ്റുകൊണ്ടിരുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ DIA പേടിച്ചാണ് ഇരിക്കുന്നത് എന്നതാണ് നമ്മളിപ്പോൾ നോക്കണം. ബൈ ചെയ്തിരിക്കുന്നു, പക്ഷേ ഇരുന്നാലും പേടി. മുമ്പേ വാങ്ങിയതിന് അത്ര ശക്തി ഇപ്പോൾ ഇല്ല. സിപ്പിലും കുറച്ച് മാറ്റങ്ങളുണ്ട്. പുതിയ സിപ്പ് വരുന്നത് നിന്നിരിക്കുന്നു. എക്സിസ്റ്റിംഗ് സിപ്പും ഇപ്പോൾ കുറച്ച് കുറഞ്ഞിരിക്കുന്നു. സിൽവറിൽ ഔട്ട്ഫ്ലോസ് വന്നിരിക്കുന്നു. ഇതൊക്കെ ബേസിക്കായിട്ട് ഒരു തടുമാറ്റം കാട്ടിയിരിക്കുന്നു. മാർക്കറ്റ് ഇന്ന് നോക്കുമ്പോൾ 25 വീക്കിലോ 50 വീക്ക് 100 വീക്ക് മൂവിങ് ആവറേജ് വരയ്ക്കും ചെന്നിരിക്കുന്നു. 2 വർഷം മൂവിങ് ആവറേജിന് അത് ഉടച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ട്രംപ് ടാരിഫിന് ഒരു പ്രാവശ്യം 20 ദിവസം 30 ദിവസത്തേക്ക് തന്നെ 21,700 ഇരുന്നു മാർക്കറ്റ്. April 7th ലാസ്റ്റ് ഇയർ. സോ ഇപ്പോൾ അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ശരി, അതിന് ഉടയ്ക്കുമോ എന്ന് വെച്ചോ. 21,600 പോയി എന്ന് വെച്ചോ. 4 വർഷം ആവറേജ് ആയിട്ട് മാർക്കറ്റ് എന്തിരിക്കുന്നു അതിൽ ചെന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. ബേസിക്കലി അങ്ങനെ 21,500 ടച്ച് ചെയ്തു എന്ന് വെച്ചോ. 4 വർഷത്തിന് നിഫ്റ്റിയിൽ വലുതായിട്ട് റിട്ടേൺ ഇരിക്കത്തില്ല. 4 വർഷത്തിന് മുമ്പേ ഇരുന്ന ലെവലിന് ചെല്ലും അല്ലേ? ആവറേജ് അവിടെ തന്നെ ഇരിക്കുന്നു. ആവറേജ് അതിൽ തന്നെ കൂടുതൽ സമയം അത് ചിലവാക്കിയിരിക്കുന്നു. ആ ലെവലിൽ താഴെ പോകുവാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അങ്ങനെയെന്ന് വെച്ചാൽ റിട്ടേൺസ് ആർ ബേക്ഡ്. അതായത് ആ റിട്ടേൺസ് ഒക്കെ വൈപ്ഡ് ഔട്ട് ആണ്. ഒന്നും പറയാനില്ല, കൺഫേംഡ് വൈപ്ഡ് ഔട്ട് ആണ്. അടുത്ത ചോദ്യം വച്ചിരിക്കുന്നു. അത് എന്തെന്ന് വെച്ചാൽ 3 വർഷം മ്യൂച്വൽ ഫണ്ട് Nifty 50 ഞാൻ ഇട്ടോണ്ടിരിക്കുന്നു. നിങ്ങളെ തന്നെ Nifty 50 ഇടാൻ പറഞ്ഞത്. ഞാൻ Nifty 50 ഇപ്പോൾ ഇട്ടോണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഒരു മാസം മുമ്പേ നോക്കുമ്പോൾ എൻ്റെ പ്രോഫിറ്റ് 20% ആയിരുന്നു. ഇപ്പോൾ എടുത്ത് നോക്കിയാൽ 5%. നീ അതിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു? സർ വെയിറ്റ് ചെയ്യൂ സർ, ഞാൻ ചോദ്യത്തിന് തീർക്കാം. ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ 5% ഇരിക്കുന്നു. ഇന്നും ഒരു വാരം വിടുവാണെങ്കിൽ അത് 0% ചെല്ലുമെന്നാൽ ഞാൻ വന്ന് 3 വർഷത്തിന് മുമ്പേ ചെന്നിരിക്കുന്നു എന്നാണല്ലേ സാർ അർത്ഥം? ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഡേ 1 ചെന്നിരിക്കുന്നു എന്നല്ലേ സാർ അർത്ഥം? ഇപ്പം ഞാൻ എൻ്റെ സജസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാവരും 3-4 വാരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാർ ആക്റ്റീവ് ഫണ്ട് കൊടുത്തതല്ലേ പറഞ്ഞത്? Nifty 50 പറഞ്ഞില്ലല്ലോ, ഇൻഡെക്സ് ഫണ്ട് പറഞ്ഞില്ലല്ലോ. ഒന്നും കൊച്ചിനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയത്തില്ല. രണ്ടലിൻ്റെ എടുത്ത് നീ ബോണ്ടായിട്ട് ഇട്. ഫ്രഷ് ആയിട്ട് ഇനി സിപ്പിനോന്ന് സ്റ്റാർട്ട് ചെയ്യും. ശരി, ഇപ്പൊ ഞാൻ 3 ഇയേഴ്സിന് മുമ്പേ ചെന്നിരിക്കുന്നു. ഇരിക്കുന്ന ഒരു 5-6% പ്രോഫിറ്റ് എടുത്തിട്ട് വെളിയിൽ വരാമോ സാർ? അതന്നെ എടുത്തിട്ട് നീ വെളിയിൽ വന്നിട്ട് ബോണ്ടിൽ ഇട്ടുണ്ട് ഇനി സിപ്പിന് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഫസ്റ്റ് വാർണിംഗ് തരുമ്പോഴേ എക്സിറ്റ് ആവണം. നീ ആ 20% റിട്ടേണോട് വെളിയിൽ വന്നിരുന്നെങ്കിൽ, ബോണ്ടിൽ ഇട്ടിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആണ്. ഒരു 3 ലക്ഷം രൂപ ഇരിക്കുന്നു എന്ന് വെച്ചോ. മാസം 2,000 രൂപ നിനക്ക് ഒരു വരും. 10% അമ്മയാർ എടുക്കും. ഒരു 4 ITC മാസം വന്നുകൊണ്ടേ ഇരിക്കും. ആ ടാക്സ് എടുക്കുന്നത് നമുക്ക് തിരിച്ചെടുക്കാം. ITC മന്ത്ലി വന്നുകൊണ്ടേ ഇരിക്കും.
പറഞ്ഞ ഇൻട്രസ്റ്റിൽ നിന്ന് ITC കൺസിഡർ ചെയ്ത് തിരികെ പിന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത സിപ്പിന് 2 മാസം നോക്കിയത് ലോയസ്റ്റ് ആയിരിക്കുന്ന സമയം നോക്കി സ്റ്റാർട്ട് ചെയ്യുക. സാർ ഇത് രണ്ട് വിധമായിട്ട് നോക്കാമല്ലോ സാർ. ഒന്ന് 3 കൊല്ലത്തിന് മുമ്പേ ഞാൻ ഇതിന്റെ പുറകെ പോയി എന്ന് തോന്നുന്നു. രണ്ടാമത് വന്നിട്ട് ഞാൻ ആവറേജ് ചെയ്യേണ്ട സമയം എന്നും നോക്കാമോ സാർ? ഫണ്ടമെൻ്റലായിട്ട് ഇന്നും അത് സമയം വന്നില്ല നിനക്ക്. ഫണ്ടമെൻ്റലി ഇപ്പോൾ ശരിയാകുന്നു അപ്പം തന്നെ നീ ആവറേജ് എന്ന് നോക്കണം. ഫണ്ടമെൻ്റൽ ശരിയാനും ഈ ഒരു ചാൻസ് ഇരിക്കുന്നതെന്ന് നോക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഔട്ടാണ്. ഇപ്പോൾ വന്നിട്ട് പെയിൻറ്റ് സ്റ്റോക്ക് ഔട്ട്. ഇപ്പോൾ വന്നിട്ട് വിലവാശി കയറും. കച്ച എണ്ണയുടെ വില ഏറിയിരിക്കുന്നു. പാമോയിലിൻ്റെ വില ഏറിയിരിക്കുന്നു. പരിപ്പിൻ്റെ വിലയും കയറിയിരിക്കുന്നു. അത് കാരണം ഇൻഫ്ലേഷൻ മുകളിൽ പോകും. ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റും. ഇന്നും മാർക്കറ്റ് അടിപെടും. സോ അക്കോമഡേറ്റീവ് ആയിട്ടിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇറ്റ് വിൽ ബിക്കം ടൈറ്റൻ. നീ ടൈറ്റ് ചെയ്തില്ലെങ്കിൽ അമേരിക്കയിൽ ടൈറ്റ് ചെയ്യും. ഇപ്പോൾ ജെറോം പോൾ ഈ വർഷത്തിന് റേറ്റ് കട്ട് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അത്രയും ജെറോം പോൾ എടുക്കാൻ പോകുന്നതില്ല. ജൂൺ 17 അവർ ടാറ്റ പറയും. അവർ ടാറ്റ പറഞ്ഞതിന് ശേഷം അടുത്ത ആൾ ആരെന്ന് നോക്കണം. കെവിൻ വാഷ് അവരെന്ത് ചെയ്യും എന്ന് നോക്കണം. പക്ഷെ ഇൻഫ്ലേഷൻ അവരെ ഭയങ്കരമായിട്ട് കയറി എന്ന് വെച്ചോ, അതായത് ട്രംപിൻ്റെ ഇൻഫ്ലേഷൻ വന്നു എന്ന് വെച്ചോ, അവർ റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നും കയറും. സോ ഇപ്പോൾ അവിടെ കയറിയ ഇവിടെയും കയറും. പറയണത് മനസ്സിലാവുന്ന രൂപയുടെ ഡിപ്രീസിയേഷനും ഇതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇപ്പോൾ അടുത്ത 6 മാസത്തിലെ ഇൻട്രസ്റ്റ് റേറ്റ് ആറാകുമെന്ന് വെച്ചാൽ ഇരിയ മാർക്കറ്റ് ഇന്നും നെഗറ്റീവാണ്. മാർക്കറ്റിന് എവിടെയാണ് പോസിറ്റീവ് ന്യൂസ് എന്ന് നിങ്ങൾ നോക്കാൻ ശ്രമിക്കുവാണെങ്കിൽ നിങ്ങൾ ആവറേജ് ചെയ്യേണ്ട. അതുവരേക്കും ആവറേജ് ചെയ്യുന്നത് എന്നത് ഒരു വലിയ പാടല്ലേ സാർ? എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ട്. നീ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ആവറേജ് ചെയ്യണതിലും നിന്റെ ഫണ്ട് മാനേജർ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ആവറേജ് ചെയ്യണതും വേറെയാണ്. ഫണ്ട് മാനേജർ സൊമോട്ടോയിൽ ആവറേജ് ചെയ്യും. അതിൻ്റെ മിഡിൽ സ്റ്റെമ്മിന് തൂക്കും. ടൈംസ് പേടിഎമ്മിനൊപ്പം ആവറേജ് ചെയ്യും. പിന്നെ എൻ്റെ ഹാഫ് സ്റ്റെം കാണാതെ പോകും. ഓലയിൽ ആവറേജ് ചെയ്യും. ഇതിൻ്റെ ഫുൾ സ്റ്റെമ്പ് കാണാതെ പോകും. സോ ഏത് സ്റ്റോക്കിൽ ആവറേജ് ചെയ്യണമെന്നതിൽ നിങ്ങൾ തീരുമാനമായിട്ടിരിക്കണം. സാർ ഈ സ്ഥലത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു സാർ. സാർ ലാസ്റ്റ് വീക്ക് തന്നെ എൻ്റെ നിഫ്റ്റി 50യെ കൊടുക്കാൻ പറഞ്ഞു. അതിൽ എനിക്കൊരു പ്രശ്നമായി. ഞാൻ ചെന്ന് UTIയിൽ ഡയറക്റ്റായിട്ടാണ് ഇട്ടിരിക്കുന്നു. നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിനെ ഞാൻ വിൽക്കാൻ പോയി. ഞാൻ വിൽക്കാൻ പോണ സമയം ഇത് വിൽക്കാൻ പറ്റൂല. ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് ലിങ്ക് ടു എ ഡിമാറ്റ് എന്ന് പറഞ്ഞ് ഒരു ഡിമാറ്റ് നമ്പറിനെ കാണിക്കുന്നു. ആ ഡിമാറ്റ് ഐഡിൻ്റെ അകത്ത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എന്നെ കൊണ്ട് അതിൽ വിൽക്കാൻ പറ്റിയില്ല. എന്നെ കൊണ്ട് വിൽക്കാൻ പറ്റാതെ ഞാൻ ഇരിക്കുന്നു. സോ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് കറക്റ്റായി ഇട്ടിരിക്കുന്ന അത് കറക്റ്റായ സ്ഥലത്തിൽ തന്നെ ഇട്ടിരിക്കുന്ന എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തു. ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഇത് ലോക്കായാണ് നിൽക്കുന്നത്. എനിക്ക് ഞാൻ UTIയിൽ ഡയറക്റ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ സാർ, ഇന്നും അടുത്തടുത്ത സെക്ടർ വിളുന്ന സെക്ടറൊക്കെ ഞാൻ എടുത്ത് വച്ചിരിക്കുന്നു സാർ. അതിന് മുമ്പേ ഒരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുവാണെങ്കിൽ വളരെ നന്നായിട്ടിരിക്കും. നിങ്ങളൊരു എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ബോണ്ടിൽ നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കണം. മാർക്കറ്റ് നല്ല വിളുന്ന സമയം ബോണ്ടിൽ ഇതിന് എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടണം എന്നൊരു കാര്യം സാർ പറഞ്ഞായിരുന്നു. ഇപ്പോൾ മാർക്കറ്റ് വീഴുന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പറയുന്നു. കുറച്ച് നേരത്തിന് മുമ്പേ സംസാരിക്കുമ്പോൾ 1 ലക്ഷം മ്യൂച്വൽ ഫണ്ട് ഇരിക്കുവാണെങ്കിൽ എടുത്ത് ബോണ്ട് ഇടാൻ പറഞ്ഞു. ഇത് രണ്ടും കോൺട്രാക്റ്റിംഗ് ആയിരിക്കുന്നല്ലേ സാർ? ഒരു കോൺട്രാക്റ്റും ഇല്ല. ഇത് നാളെ ഞാൻ നിനക്ക് പറയാം. ഓക്കെ സാർ. നന്ദി, നമസ്കാരം.